ഹലോ ഹായ് എവരി വൺ എല്ലാവർക്കും ചെയ്തുവരാൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇനി നമുക്ക് നാളത്തെ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് നമ്മളെല്ലാ കഴിഞ്ഞ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞത് തന്നെ ബഡ്ജറ്റ് ഡേനെ പറ്റിയായിരുന്നു. സോ അപ്പോൾ നാളെയാണ് നമുക്ക് ബഡ്ജറ്റ് ഡേ വരുന്നത്. ആൻഡ് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജീനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നാളെ പിന്നെ നമ്മൾ അനാലിസിസിൽ നമ്മൾ ഇന്ന് അത്രയും ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഒരു ഇവന്റ് ഡേ ഒക്കെ വരുമ്പോൾ OASന്റെ ഇമ്പോർട്ടൻസ് നോർമലി അത് കുറയാനാണ് ചാൻസ് കൂടുതൽ. സോ അപ്പൊ നമുക്ക് നാളെ എന്ത് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നാളെ ഒന്ന് കാണാം എന്നുള്ള ഒരു ചെറിയൊരു നോട്ടും കൂടി നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഒന്ന് പരിഗണിക്കുക. നമ്മൾ ഇപ്പോൾ പറയുന്ന സ്ട്രാറ്റജി എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ഷെയർ ചെയ്യും. നമുക്ക് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽസ് കാര്യങ്ങൾ അതുപോലെ വന്നാൽ നമ്മൾ ആ സ്ട്രാറ്റജിയിൽ എടുക്കും. അതിന്റെ ഷെയറിങ്ങും ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവും. സോ അപ്പോൾ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അപ്പോൾ നിങ്ങൾ അതിൽ വെച്ചിട്ട് ടെലിഗ്രാം ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ നിന്ന് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും നമ്മൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റാമെങ്കിൽ നിങ്ങൾക്ക് കയറാം. അങ്ങനെ നിങ്ങളുടെ റിസ്ക് റിവാർഡൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ആ സ്ട്രാറ്റജിയും നോക്കുക. എല്ലാം ഒരു സ്റ്റഡി പർപ്പസിനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻസ് ഒന്നും അല്ല, അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസും പ്ലസ് നമുക്ക് നാളത്തേക്കുള്ള ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഡേന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും കൂടി പറയാം. സോ അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസിൽ നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്കൊരു ഫ്ലാറ്റ് ടു ചെറിയ രീതിയിൽ നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. എല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു അപ്സൈഡ് റാലി കിട്ടി. ദെൻ അപ്സൈഡ് റാലിയിൽ നമുക്ക് സപ്ലൈ സോണിന്റെ മേളിൽ കംപ്ലീറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. 21,700 എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവല് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വൺസ് 21,700 ബ്രേക്ക് ചെയ്യുമ്പോൾ 21,700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് അവിടെ കിട്ടുന്നില്ല. അവിടെ നിന്ന് ഒരു ഫാള് വന്നു. 21,700 കംപ്ലീറ്റ്ലി ഒരു റെസിസ്റ്റൻസ് ആയിട്ടായിരുന്നു നിന്നത്. പിന്നെയും നമുക്ക് അവിടെ ബ്രേക്ക് കിട്ടി. ബട്ട് അവിടെ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് അവിടെ അതിനുശേഷം നമുക്ക് അതിന്റെ മേളിൽ തന്നെ ഒരു ക്ലോസിംഗും കിട്ടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു സൈനാണ്. anyway, അപ്പൊ അതായിരുന്നു നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അനാലിസിസ് എന്ന് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ്, ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ശരിക്കും നിഫ്റ്റിനെ പുള്ള് ചെയ്ത് മേളിലേക്ക് കൊണ്ടുപോയത് തന്നെ. സോ ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബൈ ലെവൽസ് ഓപ്പണിംഗ് ലെവലിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഒക്കെ ഉണ്ടായി. ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഓപ്പണിംഗ് ലെവലിൽ വന്നു. ദെൻ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 46,000-ലാണ് ബാങ്ക് നിഫ്റ്റിയും ഒന്ന് റെസിസ്റ്റൻസ് എടുത്തത് ചെറിയ രീതിയിൽ. പിന്നെ അവിടെ നിന്ന് വന്നു. പിന്നെയും ആ സപ്ലൈ സോണിന്റെ മേളിലും ആ ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് വിത്ത് ട്രേഡിംഗ് വിത്ത് സൈഡ് വേസിൽ ട്രേഡ് ചെയ്തിട്ട് ആ ഡേ ഒരു കംപ്ലീറ്റ് ഡേ വരുന്നത് 46,000-ലായിരുന്നു ബാങ്ക് നിഫ്റ്റി എൻഡ് ചെയ്തത്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് OA ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. OA ചാർട്ട് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ 21,700-ലൊക്കെ കോള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് 21,700-ന്റെ മേളിലാണ് നിഫ്റ്റി ഉള്ളത് തന്നെ. അപ്പോൾ 21,700-ൽ നമുക്ക് സ്റ്റാഡിൽ ഫോർമേഷൻ ആണെന്നൊക്കെ പറയാം. ബട്ട് എന്താ പറയാ, 21,700 സ്റ്റിൽ ഇത് മീൻസ് ഒരു കോള് ബിൽഡ് ചെയ്തേക്കണത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് എത്ര ഉണ്ട്, നമുക്ക് എന്താ പറയാ, നമുക്ക് അവിടെ ഒരു റെസിസ്റ്റൻസിനെ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഷുവർ ഇല്ല. എനിവേ ഇന്ന് നമുക്ക് കൂടുതൽ OA അനാലിസിസ് നോക്കണേലും നല്ലത് നമുക്ക് FIDA ഡാറ്റ നോക്കിയിട്ട് എന്താ പറയാ, നമുക്ക് നാളത്തെ ഒരു സ്ട്രാറ്റജിയും കൂടി ഒന്ന് പറയാം. മെയിനായിട്ട് അതായിരിക്കും ഉള്ളത്. ബട്ട് ഒരു സെക്കൻഡ്, 21,700 ഓൾമോസ്റ്റ് എല്ലായിടത്തും കോളാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. പുട്ട് വന്നേക്കുന്നത് 21,500-ൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും കോൾ വന്നിട്ടുണ്ട്. 21,500-ൽ പുട്ടുണ്ട്, ബാക്കി എല്ലായിടത്തും കോൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺസ് അത് ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് എന്താക്കുന്നത്, നമുക്ക് ഒരു ഷോർട്ട് കവറിംഗ് റാലി ഇനിയും നമുക്ക് മേളിലേക്ക് പ്രതീക്ഷിക്കാനുള്ള ചാൻസ് അവിടെയുണ്ട്. ഇനി നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാൻ നേരത്ത്
ഓക്കെ. ബാങ്ക് നിഫ്റ്റിയിലും എല്ലാ എവേ സ്ട്രൈക്കിലെല്ലാം അബ്സല്യൂട്ട് നോർമൽ ആയിട്ടാണ്. ഒന്നും എവിടെ നമുക്ക് ഹ്യൂജ് ആയിട്ട് കാണാൻ പറ്റില്ല. അറ്റ് ദ മണിയിൽ 46 നമുക്ക് എന്താക്കുന്നു, 46,000 ഒരു കോൾ ആൻഡ് പുട്ട് ഒരു സ്ട്രാഡിൽ വിത്ത് നമുക്ക് റെസിസ്റ്റൻസ് ആണ് ഹൈ ആയിട്ട് നിൽക്കുന്നത് 46. ബാക്കി എല്ലായിടത്തും ഈക്വലി അവിടെ ഒരു കോളും കാണാൻ പറ്റുന്നില്ല. സോറി, അത് ഈ ഓക്കെ സെയിം എമൗണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എടുത്താൽ തന്നെ കോൾ ആൻഡ് പുട്ട് നമുക്ക് ഈക്വലി എവിടെയും കാണാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ചെറിയ രീതിയിലുള്ള ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. PCR പോയിന്റ് ഏറ്റവും സൂചിപ്പിക്കുന്നു. അപ്പോൾ 46 എന്ന ലെവലിൽ തന്നെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആക്കാം നമുക്ക്. മീൻസ് ഇത് ഒരു നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാലും നമുക്ക് അതൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ആക്കാം. 45,500 നമുക്കിപ്പോ 45,500 സ്റ്റിൽ നമുക്കൊന്നും അവിടെ നിന്നും ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒന്നും ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. സോ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കുകയാണ്. സോ അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ പറയാനാണെങ്കിൽ ഒരു സ്ട്രാഡിൽ അവിടെ ഉണ്ട്. 46,500 റെസിസ്റ്റൻസ് ആണോ എന്ന് ചോദിച്ചാൽ 500 നമുക്ക് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഒന്നും അല്ല. സ്റ്റിൽ ഒരു എന്താ പറയാ, ഒരു കോൾ മാത്രമാണ് പുട്ട് ചെയ്തെങ്ങനെ. അതും ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് അത് നിസ്സാര എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനെയാണ് അതിന്റെ ലെവൽസ്. ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ മാത്രം പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇവന്റ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊന്നും എവിടെയും പുട്ട് ബിൽഡിങ്ങോ കോൾ ബിൽഡിങ്ങോ എന്ന് എവിടെയും കൃത്യമായിട്ട് കാണാനും കഴിയുന്നില്ല. ഇനി നമുക്ക് ഒരു FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ നമുക്ക് എന്തെങ്കിലും നോക്കാം. സോറി, FIDA ഡാറ്റ സ്റ്റിൽ നമുക്ക് നാളത്തേക്കുള്ളതിന്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ പ്ലസ് നാളത്തേക്കുള്ള ലെവൽസിനെ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ല. പകരം നമുക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ സ്ട്രാറ്റജീനെ പറ്റി പറയാം. വൺസ് നമുക്ക് നിഫ്റ്റിയാണ് എക്സ്പയറി, സോ നമുക്ക് ഈ നിഫ്റ്റിയിൽ തന്നെ പറയാം. നമ്മൾ നിഫ്റ്റിയുടെ മെയിൻ ആയിട്ട് നമ്മൾ പറയാന്ന് വെച്ചാൽ നിഫ്റ്റി എവിടെയാണ് ഓപ്പൺ ആവുന്നത്, ഓപ്പൺ ആയതിന് ശേഷം നമ്മൾ ഒരു 2% മേളിലേക്ക്, ഇപ്പൊ നിഫ്റ്റി ഒരു സപ്പോസ് പറയാണ് നിഫ്റ്റി ഒരു 700 ആ റേഞ്ചിൽ തന്നെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഒരു 2% മേളിലേക്ക് നോക്കുക. 2% എവിടെയാണോ നിഫ്റ്റി എത്തുക ആ 2%ലേക്ക് അപ്പ് സൈഡ് നോക്കുക. ഇപ്പൊ 700 വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ 2% മേളിൽ നോക്കുമ്പോൾ ഏകദേശം 20-100 പ്ലസ് വരുന്നു. അപ്പൊ 20-200 പിടിക്കാം. അപ്പൊ താഴേക്കും സെയിം എമൗണ്ട് ഓഫ് ഒരു സെല്ലിങ് മീൻസ് ഒരു ഇത് തന്നെ താഴേക്കും വെക്കുക. 2% താഴേക്ക് വെക്കാൻ നേരത്ത് ഏകദേശം നമുക്ക് 22-200 കിട്ടുന്നുണ്ട്. 200 പ്ലസ് 300 അടുത്താണ് 22-200 വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡ്രോ ചെയ്യാം. 22 ട്രെൻഡ് ലൈൻ നമുക്ക് 22-150 ആണ് വരുന്നത്. അപ്പൊ 22-150 ഒരു ലൈൻ വരക്കുക. ഇത് നാളത്തെ ഓപ്പണിംഗ് എവിടെ വരുന്നത്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ആ ഗ്യാപ്പ് അപ്പ് നോക്കണം. ഓപ്പണിംഗ് ലെവൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ താഴെ നമുക്ക് 22-300 അടുത്ത് താഴെയും വെക്കുന്നു. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് ബഡ്ജറ്റ് ഡേയ്സിലൊക്കെ നോക്കിയാൽ എത്ര വോളറ്റൈൽ ആണെന്ന് പറഞ്ഞാലും 2% മേളിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല. അതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് ഓൾമോസ്റ്റ് ഒരു 5 ഇയേഴ്സ് നിങ്ങൾ നോക്കിയാൽ തന്നെ 2% മേളിലേക്ക് നിഫ്റ്റി മൂവ് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 2% എബോവ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് 2% സേഫ് ആയിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് റേഞ്ച് കിട്ടാവുന്ന ഒരു സ്ട്രാറ്റജി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് നമ്മൾ സ്ട്രാറ്റജി ബിൽഡറിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാം. വെയിറ്റ്, നിഫ്റ്റി ആക്കുക. ഓക്കെ, നിഫ്റ്റിയിൽ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്, ഇവിടെ നമുക്ക് 22 മേളില് നമ്മൾ സൈഡ് പറഞ്ഞത് 22-100 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കുന്നത് 22-200 കൂടി പ്ലസ് ചെയ്തിട്ട് 22-200 ഒരു കോൾ ഓപ്ഷൻ നമ്മൾ അവിടെ എന്താക്കുന്നു, നമ്മൾ അവിടെ സെല് ചെയ്യണതാണ്. നാളത്തെ എക്സ്പയറി തന്നെ ബിൽഡിംഗ് 22-200 കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു. നാളത്തെ എക്സ്പയറി ആണ്. ഇതിനോടൊപ്പം നമ്മൾ ഒരെണ്ണം കൂടി അപ്പൊ അത് അവിടെ വെക്കട്ടെ. ദെൻ ഇനി നമ്മൾ താഴേക്ക് വരുന്നതാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് എന്താക്കുന്നത് 21-200 ആണ്.
അപ്പോൾ 21,300 അടുത്താണ് നമുക്ക് 2% വരുന്നത്. അപ്പോൾ 21,200 എന്താക്കുന്നത് പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യാം. അവിടെയാണ് 2% വരുന്നത്. അപ്പോൾ 21,200 പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യാം. സ്ട്രാറ്റജി ബിൽഡറിൽ ആഡിൽ സെല്ലിങ് വരുന്നത് 21,200. ഓക്കെ, 21,200 സെൽ ചെയ്യുന്നു. സി അപ്പോൾ രണ്ട് ഇത് നമുക്ക് അപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ങനത്തെ ഒരു ലെവലിൽ കിട്ടി. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ആയിരിക്കും നമുക്ക് മേളിൽ ഒരു 21,200 ആൻഡ് സോറി അത് 8th ഫെബ്രുവരി ആയിരുന്നു കേട്ടോ, നമ്മളത് 1st ഫെബ്രുവരി ആക്കണേന്. ഓക്കെ, 1st ഫെബ്രുവരിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടി, 2200 ആൻഡ് 21,200 വെച്ചിട്ട്. ഇതാണ് നമുക്ക് ഈ മീൻസ് ഈ വീക്ക് നാളത്തെ എക്സ്പയറിയിലേക്കുള്ള ഒരു ഇത് കിട്ടിയത്. ഇനി നമ്മൾ ആഡിൽ തന്നെ നെക്സ്റ്റ് മീൻസ് 8th ഫെബ്രുവരിയിലുള്ള 21,200 തന്നെ നമുക്ക് മേളിൽ സി ആണ് മേടിച്ചത്. അപ്പോൾ സി ബൈ ചെയ്യുക, 21,200 സി ബൈ ചെയ്യുക. അതോടൊപ്പം തന്നെ മേളിൽ നമ്മൾ സി ബൈ ചെയ്യേണ്ടത് 22,200 ആണ്. 22,200 സി ബൈ ചെയ്യുക, മേളിൽ 21,200 സി ബൈ ചെയ്യുക. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി വരുന്നത്. സി ഇതിൽ നമുക്ക് ഏകദേശം നമ്മുടെ റേഞ്ച് നോക്ക് 3.7% ഡൗൺ സൈഡും 3.5% അപ്പ് സൈഡും ഉണ്ട്. അപ്പോൾ അറ്റ് ദ മൺ നമുക്ക് എവിടെയാണോ ഓപ്പൺ ലെവൽ വന്നേക്കുന്നത്, ഓപ്പൺ ലെവലിൽ ട്രേഡ് ചെയ്ത് എവിടെയാണോ ആ ലെവലിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ നാളെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആ ലെവലിൽ നിന്ന് നമ്മൾ 2% മേളിലേക്കും 2% താഴേക്കും വെച്ചിട്ട് അതിൽ നിന്നും കുറച്ചും കൂടി ഒരു താഴെയുള്ള ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. സി നമുക്ക് ഏകദേശം നമ്മൾ 12% ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കുന്നില്ല ബിക്കോസ് നമ്മൾ അതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ആവും. അത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഇവിടെ നമ്മൾ നോക്കുക, ഏകദേശം POP നോക്കുക, 97% പ്രോഫിറ്റ് ആവാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയും കൂടിയാണിത്. 97% പ്രോഫിറ്റ് ആവാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ്. 12% ആണ് അതിന്റെ മാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മാക്സ് പ്രോഫിറ്റിലേക്ക് നോക്കണ്ട, ബിക്കോസ് ഇവിടെ എവിടെ വന്നാലും നിങ്ങൾക്കൊരു 1000 ഏത് മൂവ്മെന്റിൽ വന്നാലും ഒരു ഇതാ കിട്ടുന്നത്. ബട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് എക്സിറ്റ് ആക്കണമെന്നെങ്കിലും ഏകദേശം നല്ല രീതിയിലുള്ള പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. അതല്ല ഇവിടെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മീൻസ് ഒരു 1000+ അല്ലെങ്കിൽ 2000 എങ്ങനെ വന്നാലും നല്ലൊരു മീൻസ് ഒരു ഇത് കിട്ടും, മീൻസ് എന്താ ഒരു റിവാർഡ് കിട്ടും. ഇനി അതല്ല ഈ മിഡിലാണ് സെയിം സ്ഥലത്താണ് അവസാനിക്കുന്നതെങ്കിലും മാക്സിമം നിങ്ങൾക്ക് ഒരു 500+ എങ്കിലും നിങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ച് കിട്ടും. ആൻഡ് ഫണ്ട് ഏകദേശം വേണ്ടത് 52,000 ആണ്. 55,000 അടുത്താണ് നമുക്ക് ഇതിന്റെ ക്യാപിറ്റൽ റെക്കോർഡ് വരുന്നത്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ട്രൈക്ക് പ്രൈസ് മനസ്സിലായതിനു ശേഷം എന്താക്കുക, നിങ്ങൾ സ്ട്രാറ്റജി നോക്കുക. വൺസ് ഇത് മേളിലേക്ക് കയറി പോകുന്ന നിങ്ങൾക്ക് പ്രൈസ് നിങ്ങൾക്ക് ഒരു 2% ഒക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. 3% 4% ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാം. ഇനി നമ്മൾ എക്സിറ്റ് ആവുന്നത് വൺസ് ഒരു 2% മേളിലേക്ക് വന്നു, മീൻസ് മാർക്കറ്റ് ഒരു നമ്മുടെ പ്രോഫിറ്റ് അനുസരിച്ചും കൂടി നോക്കിയിട്ട് 2% മേളിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതല്ല 2% അവിടെ നിന്നും കഴിഞ്ഞ് പോവുകയാണെങ്കിലും മാക്സിമം നിങ്ങൾ പ്രോഫിറ്റ് ആവാനേ ചാൻസ് ഉള്ളൂ. എനിവേ 3% മേളിലേക്ക് ഒരിക്കലും വിടാണ്ടിരിക്കുക. ആൻഡ് 2% ലെവലൊക്കെ എപ്പോഴും പ്രോഫിറ്റബിൾ ആവാൻ പറ്റാവുന്ന ലെവലാണ്. അപ്പൊ 2% മേളിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് എക്സിറ്റ് ആവാം. മാക്സിമം പ്രോഫിറ്റ് ആവാനാണ് ചാൻസ്. എനിവേ ഇനി നെഗറ്റീവിലാണെങ്കിലും നിങ്ങൾ എന്താക്കുക, 2% മേളിലേക്ക് വിടരുത്. 2% ആണ് നമ്മുടെ മാക്സിമം ലിമിറ്റ്. ബട്ട് നമുക്ക് ബ്രേക്ക് ഈവൻ തരുന്നത് 3.7% ഉണ്ട്. അപ്പ് സൈഡും ഉണ്ട്, ഡൗൺ സൈഡിലും ഉണ്ട്. സോ അപ്പൊ ഈ ലെവൽസ് എല്ലാവരും നിങ്ങൾ നോക്കുക. ആൻഡ് ഈ ലെവൽസിൽ നമുക്ക് ബിക്കോസ് നാളെ നമുക്ക് നല്ലൊരു ഹ്യൂജ് വോളറ്റൈൽ ഡേ ആയിരിക്കും. സോ അപ്പൊ എല്ലാവരും ആ ഒരു ലെവൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മീൻസ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ വരാം. അതിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. മാക്സിമം നമ്മൾ നല്ല ഒരു ഇതുപോലെ നമ്മൾ നല്ലൊരു റിസ്ക് റിവാർഡ് വിത്ത് നമുക്ക് ഒരു 3% പ്ലസ്
ഒരു ബ്രേക്ക് ഈവൺ പോയിന്റും കൂടി കിട്ടണമെങ്കിൽ മാക്സിമം നമ്മൾ ഇത് നമ്മൾ ഷെയറും ചെയ്യും. ഇങ്ങനത്തെ ലെവൽ 3% പ്ലസ് ഇത് കിട്ടിയാൽ നിങ്ങൾക്കും ഇത് മീൻസ് ഇത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം. ആൻഡ് ഇത് വോളറ്റൈൽ ഡേറ്റ് മീൻസ് വിക്സ് കൂടുതലുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയ ലെവലും കിട്ടുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് നല്ല വിക്സിലും കൂടി വന്നെയാണെങ്കിൽ ഒരു 2% അപ്പ് ആൻഡ് ഡൗൺ വെച്ചിട്ട് മാർക്കറ്റിന് ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യുക. നാളെ പ്രത്യേകിച്ച് പറയുന്നു മീൻസ് എക്സ്പയറി ഡേ ആണ്, വോളറ്റൈലിറ്റി ഉണ്ടാവും, ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യാനും നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.